ഇനി അടുത്തൊരു ടോപ്പിക്കിലേക്ക് വരുന്നതാണ് നമ്മൾ ഏത് ഇൻഹെറന്റ് ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റ്. ഇൻഹെറന്റ് ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ നേരത്തെ അബ്സല്യൂട്ട് അഷുറൻസും റീസണബിൾ അഷുറൻസും പഠിച്ചപ്പോൾ എന്തുകൊണ്ട് അബ്സല്യൂട്ട് അഷുറൻസ് കൊടുക്കാൻ പറ്റില്ല എന്നതിന്റെ ഏറ്റവും വലിയ റീസൺ ആണ് ഇൻഹെറന്റ് ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റ്. സോ സപ്പോസ് ദി ക്വസ്റ്റ്യൻ വരാണ് an auditor cannot provide absolute assurance. അതിന്റെ റീസൺ പറയുമ്പം നമ്മൾ കൊടുക്കേണ്ട ഒരു ആൻസർ ആണ് ആദ്യം റീസണബിൾ അഷുറൻസ് കൊടുക്കാന്ന് പറയാ ആൻഡ് വി ഷുഡ് ഗോ ഫോർ ഇൻഹെറന്റ് ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റ്. എന്താ പറയാ, ഇങ്ങനെയാണ് റീസണബിൾ അഷുറൻസ് എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് അഷുറൻസ് എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു ഇൻഹെറന്റ് ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റ് ആണ്. സോ ഇൻഹെറന്റ് ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റിലെ ആദ്യത്തെ പോയിന്റ് ആണ് NFRF. NFRF എന്താ? നേച്ചർ ഓഫ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്. അവിടെ പറയാണ് പ്രിപ്പറേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആരാ ഉണ്ടാക്കുന്നത്? നമ്മൾ പഠിച്ചു മാനേജ്മെന്റ് ആണ് ഉണ്ടാക്കുന്നത്. സോ ഈ മാനേജ്മെന്റ് ഉണ്ടാക്കുമ്പോൾ അവിടെ കുറെ ജഡ്ജ്മെന്റ്സ് ഉണ്ടാവും. ഓക്കെ, മാനേജ്മെന്റ് കുറെ ജഡ്ജ്മെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ടാവും. ഈ ജഡ്ജ്മെന്റ്സ് എല്ലാം സബ്ജക്റ്റീവ് ആവാം. അതേപോലെ തന്നെ അവരെടുത്ത ജഡ്ജ്മെന്റ്സിൽ അങ്ങനെ ഒരു സംഭവം നടന്നു കൊള്ളണമെന്നില്ല. അവിടെ അൺസർട്ടനിറ്റിക്ക് ചാൻസ് ഉണ്ട്. എടാ, മാനേജ്മെന്റ് ജഡ്ജ്മെന്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഈ ജഡ്ജ്മെന്റ്സ് എന്താവാം? സബ്ജക്റ്റീവ് ഡിസിഷൻസ് ആവാം, അല്ലെങ്കിൽ അവിടെ ഡിഗ്രി ഓഫ് അൺസർട്ടനിറ്റി ഉണ്ടാവാം. അതുകൊണ്ട് ഓഡിറ്റർ മേ നോട്ട് ബി ഏബിൾ ടു ഒബ്റ്റെയിൻ അബ്സല്യൂട്ട് അഷുറൻസ് ദാറ്റ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആസ് എ ഫ്രീ ഫ്രം മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് വെദർ ഡ്യൂ ടു ഫ്രോഡ് ഓർ എറർ. ഇതാണ് നമ്മുടെ ആദ്യത്തെ പോയിന്റ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? രണ്ടാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ അവർ പറയാണ് നേച്ചർ ഓഫ് ഓഡിറ്റ് പ്രൊസീജിയർ. നമ്മൾ യൂസ് ചെയ്യുന്ന ഓഡിറ്റ് പ്രൊസീജിയർ, ഓഡിറ്റർ ആണ് ഓഡിറ്റ് പ്രൊസീജിയർ ചെയ്യുക. ഇപ്പം ഓഡിറ്റർ എന്താ ചെയ്യുന്നത്? ഓഡിറ്റർ ആദ്യം ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് അപ്ലൈ ചെയ്യും. ഈ ഓഡിറ്റ് പ്രൊസീജിയർ അപ്ലൈ ചെയ്യുമ്പം ഓഡിറ്ററിന് എന്ത് കിട്ടും? ഓഡിറ്റ് എവിഡൻസ് കിട്ടും. ഈ ഓഡിറ്റ് എവിഡൻസിൽ നിന്നാണ് ഓഡിറ്റർ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഓഡിറ്റ് കൺക്ലൂഷൻ. ഈ ഓഡിറ്റ് കൺക്ലൂഷൻ ആണ് നമ്മൾ എന്ത് ഫോം ആയിട്ട് കൊടുക്കുന്നത്? റിപ്പോർട്ട്. എന്ത് റിപ്പോർട്ടായിട്ട്? ഓഡിറ്റ് റിപ്പോർട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഓക്കെ ആണോ? ഓഡിറ്റ് പ്രൊസീജിയർ അപ്ലൈ ചെയ്തിട്ട് അതിൽ നിന്ന് ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യും. ആ ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്തിട്ട് അതിന് ഇവാലുവേറ്റ് ചെയ്ത് അവസാനമാണ് ഓഡിറ്റ് കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. അവിടുന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടായിട്ട് ഇൻ ദ ഫോം ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ട് കുറെ ദിവസം വീഡിയോസ് ഒന്നും ഇടാണ്ടെന്ന്. സൈനസൈറ്റസിന്റെ പ്രശ്നമുണ്ട്. ദാറ്റ്സ് വൈ അപ്പൊ ഇടക്കിടക്ക് ബ്രേക്ക് എടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് മറ്റേ ഭാഗം ഫസ്റ്റ് പാർട്ടായിട്ട് ഞാൻ ഇട്ടേക്കണത്. ഓക്കെ, കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല, ഇടക്കിടക്ക് ഒരു ബ്രേക്ക് വേണ്ടി വരും. എന്തിലാട്ടെ. ഓക്കെ, ദി ഓഡിറ്റർ ക്യാരീസ് ഔട്ട് ഹിസ് വർക്ക് ബൈ ഒബ്റ്റെയിനിങ് ഓഡിറ്റ് എവിഡൻസ്. ഞാൻ പറഞ്ഞു ആദ്യം ഓഡിറ്റ് എവിഡൻസ് ആണ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് ത്രൂ പെർഫോമിംഗ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. ആദ്യം ഓഡിറ്റ് പ്രൊസീജിയർ, അവിടെ നിന്ന് ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യുന്നു. Okay അല്ലേ? However, there are practical and legal limitation on the ability of auditor to obtain audit evidence. For example, an auditor has no test all transaction and balances. He forms his opinion only by testing samples. ശരിയാ, ചിലപ്പം അവിടെ ഒരു കുറെ ബിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ചിലപ്പം ഒരു കൊല്ലത്തെ ഓഡിറ്റ് നമ്മൾ ചെയ്യാൻ വന്നത്. അപ്പോൾ ഒരു കൊല്ലത്തെ ഓഡിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 10,000-ന്റെ മേളിൽ സോഴ്സ് ഡോക്യുമെന്റ്സ് ഉണ്ടാവും, 1,00,000-ന്റെ മേളിൽ സോഴ്സ് ഡോക്യുമെന്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നല്ല രീതിക്ക് അങ്ങ് കയറി പോവാം. സോ ആസ് എൻ ഓഡിറ്റർ എനിക്ക് അത് ഇമ്പോസിബിൾ ആണ് എല്ലായിടത്തും A to Z എനിക്ക് പോയി ചെക്ക് ചെയ്യാന്നുള്ളത്. സോ ആസ് എൻ ഓഡിറ്റർ ഞാൻ എന്ത് ബേസ് ചെയ്തില്ല പോവാ? നമ്മൾ സാമ്പിൾസ് എടുക്കും, കുറച്ച് അതിൽ നിന്ന് എടുക്കും, കുറച്ച് ഇതിൽ നിന്ന് എടുക്കും, കുറച്ച് അങ്ങനെ പരക്കെടുത്തിട്ട് അതിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ജഡ്ജ്മെന്റ് എടുക്കുന്നത്. ഓക്കെ, സോ അതെന്താണ്? അതൊരു പ്രാക്ടിക്കൽ ലിമിറ്റേഷൻ ആണ്. പിന്നെ അതിവിടെ പറയാം, ഇറ്റ് ഇസ് എ പ്രാക്ടിക്കൽ ലിമിറ്റേഷൻ ഓഫ് ഓഡിറ്റേഴ്സ് എബിലിറ്റി ടു ഒബ്റ്റെയിൻ ഓഡിറ്റ് എവിഡൻസ്. ആൻഡ് രണ്ടാമത്തെ എന്താന്ന് വെച്ചാല് മാനേജ്മെന്റ് എന്ത് ചെയ്യൂല? പ്രൊവൈഡ് ചെയ്യൂല എന്ത്? കംപ്ലീറ്റ് ഇൻഫർമേഷൻ ആസ് റിക്വയർഡ് ബൈ ദി ഓഡിറ്റർ. അതിൽ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ മാനേജ്മെന്റ് അടുത്ത് നമ്മൾ ചോദിച്ചപ്പോൾ മാനേജ്മെന്റ് സാധനങ്ങൾ തരുന്നില്ല. നമുക്ക് ഒരിക്കലും കമ്പൽ ചെയ്യാൻ പറ്റൂല, ഫോഴ്സ് ചെയ്യാൻ പറ്റൂല. അതാ ഇവിടെ പറയുന്നത് ദർ ഇസ് നോ വേ ബൈ വിച്ച് ഓഡിറ്റർ ക്യാൻ ഫോഴ്സ് ദി മാനേജ്മെന്റ്. മാനേജ്മെന്റിനെ നമുക്ക് ഒരിക്കലും ഫോഴ്സ് ചെയ്യാൻ പറ്റൂല, കാരണം അതിനുള്ള പവർ ആർക്കില്ല? നമുക്കില്ല. ഇൻഫർമേഷൻ ആസ് മേ ബി റിക്വസ്റ്റഡ് ബൈ ദി ഓഡിറ്റർ, അതിനുള്ള പവർ നമുക്കില്ല. ഇതാണ് ആസ് ആൻ ഓഡിറ്റർ എനിക്ക് ഉണ്ടാവുന്ന എന്ത്?
ഒരു ലീഗൽ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഈ പറയുന്ന മാനേജ്മെന്റ് ഡിസൈൻ ചെയ്യുമെന്ന് സോഫിസ്റ്റിക്കേറ്റഡ് ആൻഡ് കെയർഫുള്ളി ഓർഗനൈസ്ഡ് സ്കീം വിച്ച് മേ ബി സോ ഹാർഡ് ടു ഡിറ്റക്ട് ബൈ ദി ഓഡിറ്റർ. ഇവരെന്ത് ചെയ്യും, മാനേജ്മെന്റ് നല്ല പ്ലാൻഡ് ആയിട്ട് വേറെയും കുറെ ആൾക്കാരായിട്ട് നല്ല രീതിക്ക് ടോപ്പ് എക്സിക്യൂട്ടഡ് പ്ലാൻഡ് ആയിട്ട് അവരെന്ത് ചെയ്യും, ഫ്രോഡ് കണ്ടക്ട് ചെയ്യും. പക്ഷെ ആ ഫ്രോഡ് നടത്തുമ്പം നമുക്ക് ഉണ്ടാകുന്ന ലിമിറ്റേഷൻ എന്ന് വെച്ചാൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് കണ്ടെത്താന്നുള്ളത്. ഓക്കെ. ആൻഡ് ഈ ഒരു കീവേഡ് ഡിസൈനിങ് സോഫിസ്റ്റിക്കേറ്റഡ്, അത് കീവേഡ് ആണ്, മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണേ ഈ ഒരു പോയിന്റ് വെച്ച് എഴുതുമ്പോൾ. ആൻഡ് മൂന്നാമത്തെ പോയിന്റ് വരുന്നതാണ് നോട്ട് ഇൻ ദി നേച്ചർ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. നമ്മൾ നേരത്തെ പഠിച്ചു ഓഡിറ്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ അല്ല. അതുകൊണ്ട് തന്നെ എന്താ, ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ആണ്, സ്പെസിഫിക് ആണ്, നാരോ ആണ്. പക്ഷെ ഓഡിറ്റ് എന്ന് പറയുന്നത് ജനറലും ആണ്, ബ്രോഡും ആണ്. സോ ഇത് നേരത്തെ കഴിഞ്ഞതാണ്. ഇനി അടുത്തത് ടൈംലിനെസ് ഓഫ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് ഡിക്രീസ് ഇൻ റെലവൻസ് ഓഫ് ഇൻഫോർമേഷൻ ഓവർ ടൈം. എന്താ ടൈംലിനെസ് ഓഫ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് ഡിക്രീസ് ഇൻ റെലവൻസ് ഓഫ് ഇൻഫോർമേഷൻ ഓവർ ടൈം എന്ന് പറഞ്ഞാല് സിമ്പിൾ ആണ്. എന്താ പറയുന്നത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓഡിറ്റർ കനോട്ട് വെരിഫൈ ഈച്ച് ആൻഡ് എവറി മാറ്റർ. കുറേ സാധനം ഉണ്ടാവും, എല്ലാം ചെക്ക് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു ബാലൻസ് കീപ്പ് ചെയ്യണം ബിറ്റ്വീൻ ആരായിട്ട്, റിലയബിലിറ്റി ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് കോസ്റ്റ് ഓഫ് ഒപ്റ്റെയിനിങ് ഇറ്റ്. ഒരു ഇൻഫോർമേഷൻ ഒപ്റ്റെയിൻ ചെയ്യാനായിട്ട് ഒരു ബാലൻസ് കീപ്പ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫോർമേഷൻ എന്താ കുറെ ടൈം കഴിഞ്ഞു, അതാ പെട്ടെന്ന് പോയിട്ട് ആ ഇൻഫോർമേഷൻ എടുത്തായിരുന്നെങ്കിൽ മാത്രമേ അതിന് ഭയങ്കര വാല്യൂ ഉണ്ടാവുള്ളൂ. ഇത് കുറെ കഴിഞ്ഞ് നമ്മൾ ആ ഒരു ഇൻഫോർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറെ പൈസ മുടക്കുക, ഇല്ലെ കുറെ ടൈം കളയുക. അപ്പൊ അതില് അർത്ഥമില്ല. ഓക്കെ, അതാണ് ഇവർ പറയുന്നത്. സോ അവിടെ ഒരു ബാലൻസ് കീപ്പ് ചെയ്യണം ബിറ്റ്വീൻ ദി എന്തൊക്കെ, റിലയബിലിറ്റി ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് കോസ്റ്റ് ഓഫ് ഒപ്റ്റെയിനിങ് ഇറ്റ്. ആൻഡ് അടുത്തത് വരാണ് ഫ്യൂച്ചർ ഇവന്റ്സ്. ഫ്യൂച്ചർ ഇവന്റ്സിൽ പറയാണ് ഫ്യൂച്ചർ ഇവന്റ്സ് ഓർ കണ്ടീഷൻ മേ അഫക്ട് ആൻ എൻറ്റിറ്റി അഡ്വേഴ്സ്ലി. അതുകൊണ്ട് തന്നെ ഓഡിറ്റർ കനോട്ട് പ്രൊവൈഡ് എ ഗ്യാരണ്ടി ദാറ്റ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ ഫ്രീ ഫ്രം മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് വെദർ ഡ്യൂ ടു ഫ്രോഡ് ഓർ എറർ. ഈ ഒരു സാധനം എഴുതല് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് എഴുതല് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു അബ്സല്യൂട്ട് അഷുറൻസ് ഇഷ്യൂ ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളത്. ആൻഡ് ഗോയിങ് ത്രൂ വേറെലേക്ക് പോവാണ്. വാട്ട് ഈസ് ആൻ എൻഗേജ്മെന്റ്? ഒരു എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? അപ്പം ആസ് ആൻ ഓഡിറ്റർ നമ്മൾ ആദ്യം എന്ത് പഠിച്ചു, നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പം ആസ് ആൻ ഓഡിറ്റർ ഞാനാണ് ആര്, ഓഡിറ്റർ. അപ്പം ആസ് ആൻ ഓഡിറ്റർ ഞാൻ ആദ്യം വന്ന് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് എന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ലൈക്ക് ഞാൻ എന്ത് വർക്കാണ് ചെയ്യേണ്ടത്. രണ്ടാമത് ചോദിച്ചു എന്റെ സ്കോപ്പ് എന്താണ്, എന്തൊക്കെയാണ് ഞാൻ നോക്കേണ്ടത്, എന്തൊക്കെ ഞാൻ ശ്രദ്ധിക്കണം, എന്തൊക്കെ എൻ്റെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. മൂന്നാമത് ചോദിക്കുന്നത് സ്കോപ്പിൽ എന്തൊക്കെ ഇല്ല, സ്കോപ്പിൽ എന്തൊക്കെ ഇല്ല, ലൈക്ക് അതും അറിയണമല്ലോ. സ്കോപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഇല്ല എന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കലി അറിഞ്ഞിരിക്കണം. ഓക്കെ. അതേപോലെ തന്നെ നാലാമത് ചോദിക്കാണ് എന്തുകൊണ്ട്, വൈ നോട്ട് അബ്സല്യൂട്ട് അഷുറൻസ്, എന്തുകൊണ്ട് അബ്സല്യൂട്ട് അഷുറൻസ് പറ്റില്ല. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പം അടുത്തത് വരാണ് എന്താണ് എൻഗേജ്മെന്റ്. ഇപ്പം എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു അറേഞ്ച്മെന്റ് ആണ് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് ഒരു എൻഗേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ആരൊക്കെയായിട്ട് കൺക്ലൂഡ് ചെയ്യാം, നമുക്ക് ഇവിടെ ഒരു ഓഡിറ്ററും അതേപോലെ തന്നെ ഒരു ക്ലയന്റിനും നമുക്ക് എടുക്കാൻ പറ്റും. ഒരു ഓഡിറ്ററിനെയും അതേപോലത്തെ ഒരു ക്ലയന്റിനും നമുക്ക് എടുക്കാൻ പറ്റും. അവരൊരു മ്യൂച്വൽ അഗ്രിമെന്റിൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്നതിനാണ് എൻഗേജ്മെന്റ് എന്ന് പറയുന്നത്. അത് നമ്മളിപ്പോൾ ഇവിടെ പഠിക്കും. അപ്പം എക്സ്റ്റേണൽ ഓഡിറ്റ് എൻഗേജ്മെന്റിനെ പറ്റി നമുക്ക് ആദ്യം നോക്കാം. അതിൽ പറയാണ് ദി പർപ്പസ് ഓഫ് എക്സ്റ്റേണൽ ഓഡിറ്റ് എൻഗേജ്മെന്റ് ഇസ് ടു എൻഹാൻസ് ദി ഡിഗ്രി ഓഫ് കോൺഫിഡൻസ് ഓഫ് ഇന്റന്റഡ് യൂസേഴ്സ്. ഇന്റന്റഡ് യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ആരായിരിക്കും? ഫോർ എക്സാമ്പിൾ സപ്പോസ് ഇതൊരു കമ്പനിയാണ്, അപ്പം ഇതിലെ മാനേജ്മെന്റ് ആണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ഇതെല്ലാണ് മാനേജ്മെന്റ്. ഓക്കെ, ഇത് നമുക്ക് ആരായിട്ട് വെക്കാം? മാനേജ്മെന്റ് ആയിട്ട് വെക്കാം. ഷെയർ ഹോൾഡേഴ്സ് ആണ് ഇത്. സോ ഇതിൽ രണ്ടിലും പെടാത്ത ഒരാളാണ് ഓഡിറ്റർ. സോ
ഞാൻ ഓഡിറ്റ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാ? ഇവർക്ക് വേണ്ടിയാണോ? അല്ല, ഞാൻ ഓഡിറ്റ് ചെയ്യുന്നത് ഇവർക്ക് വേണ്ടിയിട്ടാണ്. അതാരാ? ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടാണ്. ഇവരുടെ കോൺഫിഡൻസ് ആണ് എനിക്ക് എന്താക്കേണ്ടത്? ഇൻക്രീസ് ചെയ്യിക്കേണ്ടത്. ഈ ഒരു സിറ്റുവേഷനിൽ ഇവരാരാണ്? മാനേജ്മെന്റ് എന്ന് പറയുന്നതാണ് റെസ്പോൺസിബിൾ പാർട്ടി. റെസ്പോൺസിബിൾ പാർട്ടി. അപ്പം ഓഡിറ്ററായ ഞാൻ ആരാ? ഓഡിറ്ററായ ഞാനാണ് പ്രാക്ടീഷണർ. ആൻഡ് ഈ ഷെയർ ഹോൾഡേഴ്സ് ആണ് ആര്? ഷെയർ ഹോൾഡേഴ്സ് ആണ് ആര്? ഇന്റൻഡഡ് യൂസേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോടാ? സോ ഇവിടെ നമുക്ക് നോക്കി നോക്കാം, ബാക്കി നോക്കി നോക്കാം. അപ്പൊ ഇവിടെ പറയാണ് ടു എൻഹാൻസ് ദി ഡിഗ്രി ഓഫ് കോൺഫിഡൻസ് ഓഫ് ഇന്റൻഡഡ് യൂസേഴ്സ്. അതാരാ? നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ്. എന്തിന്റെ മേളിൽ കോൺഫിഡൻസ് കൂട്ടണം? നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ മുകളിലുള്ള കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി. സച്ച് എൻഗേജ്മെന്റ് ആർ ഓൾസോ റീസണബിൾ അഷുറൻസ് എൻഗേജ്മെന്റ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത പറയാണ് ഈ ഓഡിറ്റ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണ്? എന്തിനാണ് കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ കുറെ ഓർഗനൈസേഷൻസ്, കുറെ എൻറ്റിറ്റി, കമ്പനീസ്, ഇവരൊക്കെ എന്തിനു വേണ്ടിയാണ് ഓഡിറ്റ് ചെയ്യുന്നത്? അപ്പം അത് വെച്ച് ചോദിക്കുമ്പോൾ നമുക്ക് പറയാം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ 4 to 5 പോയിന്റ് മാത്രം റിമെമ്പർ ചെയ്താലും മതി. ഒരു 5 മാർക്കിനെല്ലാം ക്വസ്റ്റ്യൻ വരുമ്പോൾ 4 to 5 ഒക്കെ മതി, ഈസി ആയിട്ട് കിട്ടും. അപ്പം നമുക്ക് ആദ്യത്തെ പോയിന്റ് നോക്കാം. ഓഡിറ്റഡ് അക്കൗണ്ട്സ് പ്രൊവൈഡ് ഹൈ ക്വാളിറ്റി ഇൻഫർമേഷൻ. ഇറ്റ് ഗീവ്സ് കോൺഫിഡൻസ് ടു യൂസേഴ്സ്. എങ്ങനെയാണ് അവർ കോൺഫിഡൻസ് കൊടുക്കുന്നത്? ഇൻഫർമേഷൻ വിച്ച് ദേ ആർ റിലൈങ് ഇസ് ക്വാളിറ്റേറ്റീവ് എന്ന് ഉറപ്പുവരുത്താൻ പറ്റും. കാരണം എന്താ? കാരണം അതൊരു ഔട്ട്കം ആണ് carried out by following auditing standard recognized globally. എടാ, ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താ പറയാ, ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ അവർക്ക് ഉറപ്പുവരുത്താൻ പറ്റും അവര് വിശ്വസിക്കുന്ന ഇൻഫോർമേഷൻസ് അത്രത്തോളം ക്വാളിറ്റേറ്റീവ് ആണെന്നുള്ളത്. ഇനി അടുത്ത കേസിൽ പറയാണ്, ഇൻ കേസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, അവർക്ക് എന്താ പറയാ, ഷെയർ ഹോൾഡേഴ്സ് പൊതുവെ മാനേജ്മെന്റിൽ ഇൻക്ലൂഡഡ് ആയിരിക്കില്ല. അതിനു വേണ്ടി വേറെ തന്നെ മാനേജ്മെന്റ് ഉണ്ടാവും. സോ അവർക്ക് എന്ത് വേണം? ഒരു ഇൻഡിപെൻഡന്റ് മെക്കാനിസം വേണം. എന്തിനു വേണ്ടിയിട്ട്? ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ് ക്വാളിറ്റേറ്റീവ് ആണ്, അതേപോലെ റിലയബിൾ ആണെന്ന് വിശ്വസിക്കാൻ വേണ്ടിയിട്ട്. ഹെൻസ് ദെയർ ഇൻട്രസ്റ്റ് ഇസ് സേഫ് ഗാർഡ് ബൈ ആൻ ഓഡിറ്റ്. ഇനി അടുത്ത പറയാണ് ഓഡിറ്റ് കൊണ്ടുള്ള എംപ്ലോയീസിന്റെ മുകളിലുള്ള ഗുണം. എംപ്ലോയീസിന്റെ മേലുള്ള ഗുണം പറയുമ്പോൾ ഓഡിറ്റ് ആക്ട്സ് ആസ് എ മോറൽ ചെക്ക് ഓൺ എംപ്ലോയീസ് ഫോർ കമ്മിറ്റിംഗ് ഫ്രോഡ്സ്. ഓഡിറ്റ് കൊല്ലം നടക്കുന്നത് കൊണ്ട് തന്നെ എംപ്ലോയീസിന് പേടി ഉണ്ടാവും ഫ്രോഡ് കണ്ടക്ട് ചെയ്യാൻ. അവരങ്ങനെ സിമ്പിൾ ആയിട്ടൊന്നും അവർക്ക് അത്ര ധൈര്യം വരൂല ഇങ്ങനെ ഒരു ഫ്രോഡ് നടത്താനുള്ളത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത പറയാണ് ഓഡിറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ ഹെൽപ്ഫുൾ ടു ഗവൺമെന്റ് അതോറിറ്റീസ്. ഗവൺമെന്റ് അതോറിറ്റീസിന് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. എന്തിനു വേണ്ടിയിട്ട്? ഡിറ്റർമൈനിങ് ടാക്സ് ലയബിലിറ്റീസ്. ഇനി അതേപോലെ തന്നെ ഓഡിറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ക്യാൻ ബി റിലൈഡ് അപ്പോൺ ലെൻഡേഴ്സ്, ബാങ്കേഴ്സ് ആൻഡ് ദെയർ ക്രെഡിറ്റ് ഡിസിഷൻസ്. എന്താ പറയാ, ക്രെഡിറ്റ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ലെൻഡേഴ്സിനും ബാങ്കേഴ്സിനും കണ്ണടിച്ച് വിശ്വസിക്കാൻ പറ്റുന്ന റിപ്പോർട്ടാണ് ഓഡിറ്റ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ റിപ്പോർട്ട്. ആൻഡ് പിന്നെ അവസാനം പറയാണ് ആൻഡ് ഓഡിറ്റ് മേ ആണേ പറയുന്നത്, മേ ഓൾസോ, എപ്പോഴും വേണമെന്നില്ല, but may also detect fraud or error or both. And audit review existence and operations of various control any entity. അതേപോലെ തന്നെ അവർ പോയിന്റ് ഔട്ട് ചെയ്യും ഡെഫിഷ്യൻസീസ്. എന്ന് പറഞ്ഞാൽ ഇന്റേണൽ കൺട്രോൾ ഉണ്ട്. ഇപ്പം ഇത് ഒരു ബാങ്ക് ആണ്. ഈ ബാങ്കിന്റെ മുകളിൽ ഇവിടെ ഇങ്ങനെ ഒരു ക്യാമറ ഉണ്ട്. ഓക്കെ, ഈ ക്യാമറയിൽ വ്യൂ വരുന്നത് ഇത്രയും ഭാഗം കിട്ടും. സോ ഏതെങ്കിലും ഒരു ദിവസമോ അല്ലെങ്കിൽ ഇടക്ക് ഈ ഒരു ഏരിയ ഒന്നും കിട്ടുന്നില്ല എന്ന് വിചാരിക്കും, ഈ ഒരു ഭാഗം ഒന്നും കിട്ടുന്നില്ല. സോ ഈ ഒരു ഇതല്ല, ഏത് സാധനം? ഈ ക്യാമറ ഇല്ലടാ, ഈ ക്യാമറയെല്ലാം നമുക്ക് എന്തായിട്ട് വിളിക്കാം? ഇന്റേണൽ കൺട്രോൾ ആണെന്നുള്ള രീതിക്ക് കൺസിഡർ ചെയ്യാം. സോ ഓഡിറ്റർ നോക്കുമ്പം ഓഡിറ്ററിന് പറയാൻ പറ്റും എന്ത്? നിങ്ങളുടെ ഇന്റേണൽ കൺട്രോള് സ്ട്രോങ് അല്ല, എന്താണ്, വീക്ക് ആണ്. കാരണം ഈ ഒരു വലിയൊരു പോർഷന്റെ മേജർ പാർട്ട് എന്താവുന്നുണ്ട്? മിസ്സായി പോകുന്നുണ്ട് എന്നുള്ള രീതിക്കെല്ലാം നമുക്ക് ഡെഫിഷ്യൻസീസ് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലടാ? സിമ്പിൾ ആണ്. ഇനി അടുത്ത പറയാണ്
ഓഡിറ്റ് എന്താണ് മാൻഡറ്ററി ആണോ വോളണ്ടറി ആണോ? നോട്ട് നെസസറി ദാറ്റ് ഓഡിറ്റ് ഈസ് ഓൾവേസ് ലീഗലി മാൻഡറ്ററി. കമ്പനീസ് ഹു ആർ കമ്പൾസറിലി റിക്വയർഡ് മാത്രമാണ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബട്ട് ഓഡിറ്റ് ഈസ് നോട്ട് ഓൾവേസ് മാൻഡറ്ററി. അത് നമ്മൾ പറഞ്ഞു. മെനി എൻറ്റിറ്റീസ് മേ ഗെറ്റ് ദിയർ അക്കൗണ്ട്സ് ഓഡിറ്റഡ് വോളണ്ടറിലി. കാരണം എന്താ? ബിക്കോസ് ഓഫ് ബെനിഫിറ്റ്സ് ഓഫ് പ്രോസസ് ആൻഡ് ഓഡിറ്റ്. ഓഡിറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഈ ബെനിഫിറ്റ്സ് നമ്മൾ പഠിച്ചില്ലേ? ആ ബെനിഫിറ്റ്സ് കാരണം കുറെ കമ്പനീസ് എന്ത് ചെയ്യും? ഓഡിറ്റ് ചെയ്യും. മനസ്സിലായോ? ഈസി പി സി അല്ലടാ, ഈസി പി സി അല്ലേ? ഇനി ഹൂ അപ്പോയിന്റ്സ് ഓഡിറ്റർ? ഹൂ അപ്പോയിന്റ്സ് ഓഡിറ്ററിൽ സിമ്പിൾ ആണ്. കമ്പനീസിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അപ്പോയിന്റഡ് ബൈ മെമ്പേഴ്സ്, ദാറ്റ് ഇസ് ഷെയർ ഹോൾഡേഴ്സ്. അത് എവിടെ വെച്ചാണ്? ആനുവൽ ജനറൽ മീറ്റിംഗിൽ. ഇൻ കേസ് ഓഫ് ഗവൺമെന്റ് കമ്പനീസ് ആണെങ്കിൽ അപ്പോയിന്റഡ് ബൈ കോംട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ ഓഫ് ഇന്ത്യ. ഇനി ഫേമിന്റെ കേസിലാണെങ്കിൽ അപ്പോയിന്റഡ് ബൈ പാർട്ട്നേഴ്സ് ഓഫ് ദി ഫേം. ഇനി ടു ഹൂം റിപ്പോർട്ട് ഈസ് സബ്മിറ്റഡ്? ഇൻ കേസ് ഓഫ് കമ്പനീസ് ആണെങ്കിൽ ദേ ആർ ഷെയർ ഹോൾഡേഴ്സ്. ഇൻ കേസ് ഓഫ് ഫേം ആണെങ്കിൽ ടു പാർട്ട്നേഴ്സ് ഹു ഹാവ് എൻഗേജ്ഡ്. അൾട്ടിമേറ്റ്ലി പറയാണ് ആരാണ് അവരെന്താക്കുന്നത്? അപ്പോയിന്റ് ചെയ്യുന്നത്. അവർക്ക് തന്നെയാണ് റിപ്പോർട്ട് എന്താക്കുക? സബ്മിറ്റ് ചെയ്യുക. ഇനി മീനിങ് ഓഫ് അഷുറൻസ് എൻഗേജ്മെന്റ്. അഷുറൻസ് എൻഗേജ്മെന്റ് എന്താണ്? എൻഗേജ്മെന്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. നമ്മൾ ഒരുമിച്ച് ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് ഡീലിംഗിലേക്ക് എത്തുന്നതാണ്. ഇനി അപ്പം അഷുറൻസ് എൻഗേജ്മെന്റ് എന്താ? അഷുറൻസ് എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് അവിടെ ഒരു പ്രാക്ടീഷണർ ഉണ്ടാവും. ആ പ്രാക്ടീഷണർ കൺക്ലൂഷൻ ഡിസൈൻ ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു എൻഹാൻസ് ദി ഡിഗ്രി ഓഫ് കോൺഫിഡൻസ് ഓഫ് ഇന്റന്റഡ് യൂസേഴ്സ്. ഇന്റന്റഡ് യൂസേഴ്സ് ആണ് അതർ ദാൻ റെസ്പോൺസിബിൾ പാർട്ടി. ഞാൻ നേരത്തെ കാണിച്ചെന്ന എക്സാമ്പിൾ ഒന്ന് നമുക്ക് ഒന്നുകൂടെ എടുക്കാം. ആ കാണിച്ചെന്ന എക്സാമ്പിളിൽ ദാ എനിക്ക് ഇവരുടെ കോൺഫിഡൻസ് അല്ല കൂട്ടേണ്ടത്. എനിക്ക് ആരുടെ കോൺഫിഡൻസാ കൂട്ടേണ്ടത്? എനിക്ക് ഈ ഷെയർ ഹോൾഡേഴ്സിന്റെ കോൺഫിഡൻസ് ആണ് കൂട്ടിക്കൊണ്ടുവരേണ്ടത്. അതിനു വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു എൻഗേജ്മെന്റ് ആണ് എന്ത്? അഷുറൻസ് എൻഗേജ്മെന്റ് എന്ന് പറയുന്നത്. എന്നിട്ട് അവസാനം എന്താ പറയുന്നത്? അഷുറൻസ് എൻഗേജ്മെന്റ് മീൻസ് എൻഗേജ്മെന്റ് ഇൻ വിച്ച് പ്രാക്ടീഷണർ എക്സ്പ്രസ് എ കൺക്ലൂഷൻ ഡിസൈൻ ടു എൻഹാൻസ് ദി ഡിഗ്രി ഓഫ് കോൺഫിഡൻസ്. ഡിസൈൻ ടു എൻഹാൻസ് ദി ഡിഗ്രി ഓഫ് കോൺഫിഡൻസ് ആരുടെ? ഇന്റന്റഡ് യൂസേഴ്സിന്റെ ആണ്. ആരുടെ അല്ല? റെസ്പോൺസിബിൾ പാർട്ടിയുടേതല്ല. എന്തിനു വേണ്ടിയിട്ട്? അബൌട്ട് ദി ഔട്ട്കം ഓഫ് ഇവാലുവേഷൻ ഓർ മെഷർമെന്റ് ഓഫ് സബ്ജക്ട് മാറ്റർ അഗെയിൻസ്റ്റ് ക്രൈറ്റീരിയ. ഈ സബ്ജക്ട് മാറ്റർ എന്താണ്? ക്രൈറ്റീരിയകൾ എന്താണ്? ഇതെല്ലാം നമുക്കൊന്ന് ജസ്റ്റ് നോക്കി നോക്കിയാലോ. അടുത്ത ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് എലിമെന്റ്സ് ഓഫ് അഷുറൻസ് എൻഗേജ്മെന്റ്. അപ്പം പറയാണ് ത്രീ പാർട്ടി റിലേഷൻഷിപ്പ് ഇൻവോൾവിംഗ് എ പ്രാക്ടീഷണർ, എ റെസ്പോൺസിബിൾ പാർട്ടി ആൻഡ് ഇന്റന്റഡ് യൂസേഴ്സ്. ഇപ്പൊ ഇവിടെ പറഞ്ഞ എഴുതിയേക്കാണ് പേഴ്സൺ ഫ്രം ഹൂം ആൻഡ് അഷുറൻസ് റിപ്പോർട്ട് ഈസ് പ്രിപ്പയർഡ്, റെസ്പോൺസിബിൾ ഫോർ പ്രിപ്പറേഷൻ ഓഫ് സബ്ജക്ട് മാറ്റർ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ആരാന്ന് നമുക്ക് നോക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പ്രാക്ടീഷണർ എന്ന് പറയുന്നത് ആരാണ്? ഞാനാണ്. ആസ് ആൻ ഓഡിറ്റർ ഞാനാണ് പ്രാക്ടീഷണർ. ഞാനാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? ഓഡിറ്റ് ചെയ്യാൻ പോകുന്നത്. റെസ്പോൺസിബിൾ പാർട്ടി ആരാ? റെസ്പോൺസിബിൾ ഫോർ പ്രിപ്പറേഷൻ ഓഫ് സബ്ജക്ട് മാറ്റർ. സബ്ജക്ട് മാറ്റർ നമ്മുടെ കേസിൽ എന്താണ്? നമ്മുടെ കേസിലാണ് എന്ത്? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അതാണ് എന്ത്? സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത് പറയുന്നത്? സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ആൻഡ് അവസാനം ഇന്റന്റഡ് യൂസേഴ്സ് ആരാണ്? പേഴ്സൺസ് ഫോർ ഹൂം അഷുറൻസ് റിപ്പോർട്ട് ഇസ് പ്രിപ്പയർഡ്. നമ്മൾ ആർക്ക് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഇൻ കേസ് ഓഫ് കമ്പനി ആണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ്. ഇൻ കേസ് ഓഫ് ഫേം ആണെന്നുണ്ടെങ്കിൽ ആരാ? പാർട്ട്നേഴ്സ്. ഇൻ കേസ് ഓഫ് ഗവൺമെന്റ് കമ്പനീസ് ആണെങ്കിൽ CAG വരും. ഓക്കെ അല്ലേ? ആൻഡ് അപ്രോപ്രിയേറ്റ് സബ്ജക്ട് മാറ്റർ. അപ്രോപ്രിയേറ്റ് സബ്ജക്ട് മാറ്റർ ആണ് രണ്ടാമത്തെ പോയിന്റ് വരുന്നത്. അതെന്താ പറയുന്നത്? ഇറ്റ് റെഫേഴ്സ് ടു ഇൻഫോർമേഷൻ ടു ബി എക്സാമിൻഡ് ബൈ പ്രാക്ടീഷണർ. നമ്മൾ ഏത് സബ്ജക്ട് മാറ്റർ ആണ്? സബ്ജക്ട് മാറ്റർ ആണ് എന്ത്? ഇൻഫോർമേഷൻ ടു ബി എക്സാമിൻഡ് ബൈ ദി പ്രാക്ടീഷണർ. ഞാൻ എന്ത് ഇൻഫോർമേഷൻ ആണ് ഞാൻ എക്സാമിൻ ചെയ്യേണ്ടത്? അതിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്? സബ്ജക്ട് മാറ്റർ എന്ന്. ഈ കേസിൽ എന്താണ്? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? എക്സാമിൻ ചെയ്യേണ്ടത്. ഇനി അടുത്തത് വരുന്നതാണ് സ്യൂട്ടബിൾ ക്രൈറ്റീരിയ. സ്യൂട്ടബിൾ ക്രൈറ്റീരിയയിൽ നമുക്ക് എന്തൊക്കെ വരും? ബെഞ്ച് മാർക്ക് വരും. ലൈക്ക് സ്റ്റാൻഡേർഡ്സ്, ഗൈഡൻസ്, ലോസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും, ഗൈഡൻസസ് ഉണ്ടാവും, ലോസിലെ ആക്ടുകൾ ഉണ്ടാവും, റൂൾസ് ഉണ്ടാവും, റെഗുലേഷൻസ് ഉണ്ടാവും. ഇതൊക്കെ വേണം നമ്മൾ നോക്കാൻ. പിന്നെ അവസാനം നാലാമത്തെ വരാണ് സഫീഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് എവിഡൻസ്. നമുക്ക് കിട്ടേണ്ട എവിഡൻസ് എന്തായിരിക്കണം? സഫീഷ്യന്റ് ആയിരിക്കണം. എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി ഓഫ് എവിഡൻസിനെയാണ്. അതേപോലെ തന്നെ അതെന്തും കൂടെ ആയിരിക്കണം? അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. ദാറ്റ് റിലേറ്റ്സ് ടു ക്വാളിറ്റി ഓഫ് എവിഡൻസ്. ഓക്കെ അല്ലേ?
അപ്പം നമുക്കിതിനെ എന്തായിട്ട് പറയാം? ഒരു 3 പാർട്ടി റിലേഷൻഷിപ്പിലെ എന്താ പറയുന്നേ? ഒരു 3 പാർട്ടി റിലേഷൻഷിപ്പിലെ സബ്ജക്റ്റ് മാറ്റർ നോക്കി സ്യൂട്ടബിൾ ക്രൈറ്റീരിയ വെച്ച് എങ്ങനെയാ പറയുന്നേ? സ്യൂട്ടബിൾ ക്രൈറ്റീരിയ വെച്ച് സഫീഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് കൊണ്ട് എ റിട്ടൺ അഷുറൻസ് റിപ്പോർട്ട് ഉണ്ടാക്കി. ഓക്കെ അല്ലേ? ദാ എന്തൊക്കെയാ പറയുന്നേ? സിമ്പിൾ ആയിട്ട് നോക്കോളെ. എ 3 പാർട്ടി റിലേഷൻഷിപ്പിലെ സബ്ജക്റ്റ് മാറ്റർ നോക്കി സ്യൂട്ടബിൾ ക്രൈറ്റീരിയ വെച്ച് സഫീഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് കൊണ്ട് ഞാൻ എന്തുണ്ടാക്കി? ഒരു റിട്ടൺ അഷുറൻസ് റിപ്പോർട്ട് ഉണ്ടാക്കി. ഈസി ആയിട്ട് പഠിച്ചല്ലോ. ഇതിലൊന്നും പറയാനില്ല. അവസാനം എന്ത് പറഞ്ഞതാ? റിട്ടേൺ അഷുറൻസ് റിപ്പോർട്ട് ഇൻ അപ്രോപ്രിയേറ്റ് ഫോം എന്ന് പറഞ്ഞിരിക്കാൻ മതി. ഓക്കെ അല്ലേ? നമുക്ക് ഓവർവ്യൂവിൽ എന്തൊക്കെയാ പറയുന്നത്? 3 പാർട്ടി റിലേഷൻഷിപ്പ് ഉണ്ട്. ഈ 3 പാർട്ടി റിലേഷൻഷിപ്പിൽ ആരൊക്കെ വരുന്നത്? പ്രാക്ടീഷണർ വരുന്നുണ്ട്, റെസ്പോൺസിബിൾ പാർട്ടി വരുന്നുണ്ട്, ഇന്റന്റഡ് യൂസേഴ്സ് വരുന്നുണ്ട്. ആരാ വരുന്നത്? PRI വരുന്നുണ്ട്. ആരാ വരുന്നത്? PRI ആരൊക്കെയാ? പ്രാക്ടീഷണർ വരുന്നുണ്ട്, റെസ്പോൺസിബിൾ പാർട്ടി വരുന്നുണ്ട്, ഇന്റന്റഡ് യൂസേഴ്സ് വരുന്നുണ്ട്. സബ്ജക്ട് മാറ്റർ എന്ന് പറയുമ്പോൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. സ്യൂട്ടബിൾ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ബെഞ്ച് മാർക്സ് ആണ്. ലൈക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ലോ വരുന്നുണ്ട്, അതേപോലെ റൂൾസ് വരുന്നുണ്ട് ആൻഡ് റെഗുലേഷൻസ്. അപ്രോപ്രിയേറ്റ് എവിഡൻസ് പറയുന്നത് എന്താണ്? സഫീഷ്യന്റ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ആണ്. ആൻഡ് അപ്രോപ്രിയേറ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റി ആണ്. ഓക്കെ അല്ലേ? ആൻഡ് റിട്ടേൺ അഷുറൻസ് റിപ്പോർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? AR എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഓഡിറ്റ് റിപ്പോർട്ട്. ഓക്കെ അല്ലടാ? സിമ്പിൾ ആയിട്ട് സാധനം കഴിഞ്ഞില്ലേ? അതാണ്. ഇനി മീനിങ് ഓഫ് റിവ്യൂ ഓഡിറ്റ് വേഴ്സസ് റിവ്യൂ. ഓക്കെ. റീസണബിൾ അഷുറൻസ് എൻഗേജ്മെന്റ് ഉണ്ട്, അതേപോലെ തന്നെ ലിമിറ്റഡ് അഷുറൻസ് എൻഗേജ്മെന്റ് ഉണ്ട്. ഇനി ഇവിടെ പറയാണ് റിവ്യൂ ഇൻവോൾവ്സ് ഫീവർ പ്രൊസീജിയേഴ്സ്, കുറച്ച് പ്രൊസീജിയേഴ്സേ ഉള്ളൂ. ആൻഡ് ഗ്യാദർ സഫീഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് ടു ഓൺ ദി ബേസിസ് ഓഫ് വിച്ച് ലിമിറ്റഡ് കൺക്ലൂഷൻസ് ക്യാൻ ബി ഫോൺ. എടാ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉള്ളൂ. അപ്പൊ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടാവുമ്പോൾ നമുക്കൊരു ലിമിറ്റഡ് കൺക്ലൂഷൻ അല്ലടാ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഓഡിറ്റിൽ അങ്ങനെയല്ല. ഓഡിറ്റിൽ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്ത് പറയാം? റിലേറ്റഡ് ടു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ബിറ്റ്വീൻ ഇതിവിടെ നമുക്ക് നല്ല രീതിക്ക് ഇവിടെ ഞാൻ തന്നിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് തന്നെ തന്നിട്ടുണ്ട്. നമുക്ക് അതിൽ വെച്ചിട്ട് ഡിഫറൻസ് പഠിക്കാം. പൊതുവെ ഡിഫറൻസ് വരാറ്. ഈ ഡിഫറൻസ് എല്ലാവരും പോലും ഈ ഒരു റീസണബിൾ അഷുറൻസ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇത് അങ്ങോട്ട് മൊത്തം അങ്ങോട്ട് എഴുതാം. ഇനി ലിമിറ്റഡ് അഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ ഇത് അങ്ങോട്ട് മൊത്തം എഴുതാം. ഇനി ഡിഫറൻസ് ആണെന്നുണ്ടെങ്കിൽ മറിച്ചും തിരിച്ച് എഴുതാം. സോ പഠിക്കുന്നതിന്റെ എണ്ണം കുറച്ചു. ഇപ്പൊ ഞാൻ ഇവിടെ പഠിക്കുന്നതിന്റെ എണ്ണം കുറച്ചു. ഇവിടെ പഠിക്കാൻ മെയിൻ ആയിട്ടുള്ള എന്താണ്? അതാണ് ഇത്. ബോത്ത് ഓഡിറ്റ് ആൻഡ് റിവ്യൂ എന്ന് പറയുന്നത്. ഓഡിറ്റും റിവ്യൂവും എന്ത് തരം HFI ആണോ PFI ആണോ? പ്രോസ്പെക്റ്റീവ് ഫൈനാൻഷ്യൽ ഇൻഫോർമേഷൻ വെച്ചിട്ടാണോ, അല്ലെങ്കിൽ നമ്മുടെ ഹിസ്റ്റോറിക്കൽ ഫൈനാൻഷ്യൽ ഇൻഫോർമേഷൻ ആണോ? രണ്ടും HFI വെച്ചിട്ടാണ്. ഓക്കെ അല്ലേ? അപ്പോ ഇവിടെ റീസണബിൾ അഷുറൻസ് എന്ന് പറയുന്നത് ഹൈ ലെവൽ ഓഫ് അഷുറൻസ് പ്രൊവൈഡ് ചെയ്യും. ലിമിറ്റഡ് അഷുറൻസ് എൻഗേജ്മെന്റ് ലോവർ ലെവൽ ഓഫ് അഷുറൻസ് പ്രൊവൈഡ് ചെയ്യും ദാൻ റീസണബിൾ അഷുറൻസ് എൻഗേജ്മെന്റ്. ആൻഡ് റീസണബിൾ അഷുറൻസ് എൻഗേജ്മെന്റിൽ എലാബറേറ്റ് ആയിരിക്കും, എക്സ്റ്റെൻസീവ് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. പക്ഷെ ഇവിടെ ഫീവർ പ്രൊസീജിയേഴ്സ് ആയിരിക്കും ആസ് കമ്പയർഡ് ടു റീസണബിൾ അഷുറൻസ് എൻഗേജ്മെന്റ്. ഇറ്റ് ഡ്രോസ് റീസണബിൾ കൺക്ലൂഷൻ, ഇവിടെ ലിമിറ്റഡ് കൺക്ലൂഷൻ ആയിരിക്കും. റീസണബിൾ അഷുറൻസിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഓഡിറ്റ് എൻഗേജ്മെന്റ്. ലിമിറ്റഡ് അഷുറൻസ് എൻഗേജ്മെന്റ് ഒരു എക്സാമ്പിൾ ആണ് റിവ്യൂ എൻഗേജ്മെന്റ്. സിമ്പിൾ. ഇനി ഇവിടെയാണ് ഞാൻ ഇപ്പം പറഞ്ഞ പ്രോസ്പെക്റ്റീവ് ഫൈനാൻഷ്യൽ ഇൻഫോർമേഷൻ. ഓക്കെ. ഇനി പ്രോസ്പെക്റ്റീവ് ഫൈനാൻഷ്യൽ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ഇൻഫോർമേഷൻ ബേസ്ഡ് ഓൺ അസംഷൻസ് ആണ്. ലൈക്ക് നമുക്ക് ക്രിക്കറ്റ് ഒക്കെ കളിക്കുമ്പോൾ അല്ലെ ക്രിക്കറ്റ് ഒക്കെ കളിയൊക്കെ കാണുമ്പോൾ പ്രൊജക്റ്റഡ് സ്കോർ എന്നൊക്കെ പറഞ്ഞ് കാണിക്കൂലേ? ഇതേ രീതിയിൽ ഇവർ 10 റണ്ണ് വെച്ചിട്ട് ഓരോ ഓവറിൽ എടുക്കുകയാണെങ്കിൽ 11 ഓവറിന് ശേഷം അല്ലെങ്കിൽ 20 ഓവറിന് ശേഷം ഇത്രയും റൺ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പ്രൊജക്റ്റഡ് സ്കോർസ് കാണിക്കും സ്ക്രീനിലും നമ്മുടെ TV സ്ക്രീനിലെല്ലാം. സോ ഇതൊരു ഫോർകാസ്റ്റ് ആണ്, ഒരു പ്രൊജക്ഷൻ ആണ്. നമ്മൾ ഭാവിയിൽ കുറച്ച് അസംഷൻസ് വെച്ചിട്ട് ഓക്കെ ഇങ്ങനെയാണ് നടക്കാൻ ചാൻസ് ഉള്ളത്. സോ ഇറ്റ് ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് ഫോർകാസ്റ്റ് ഓർ പ്രൊജക്ഷൻ ഓർ കോമ്പിനേഷൻ ഓഫ് ബോത്ത്. ഓക്കെ അല്ലേ?
In assurance report involving prospective financial information, the practitioner obtains of sufficient and appropriate evidence to the fact that to the fact that management's assumption on which prospective financial information is based. അങ്ങനെയാ നമ്മൾ പറയാ. പ്രാക്ടീഷണർ ആയിട്ടുള്ള നമ്മൾ എന്താ പറയാ, മാനേജ്മെന്റ് അസംഷൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഈസ് ബേസ്ഡ് ആർ നോട്ട് അൺറീസണബിൾ അല്ല എന്ന് പറയാൻ പറ്റും. അല്ലാണ്ട് അതിന്റെ മേളിൽ നമുക്ക് എന്ത് പറയാൻ പറ്റൂല, ഓക്കെ ഇതിന്റെ മേളിൽ നമുക്ക് എന്തില്ല, മെറ്റീരിയൽ സ്റ്റേറ്റ്മെന്റ് ഒന്നുമില്ല, അതുകൊണ്ട് എല്ലാം കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റൂല. നമുക്ക് എന്താ പറയാൻ പറ്റുള്ളൂ, ഒന്നും അൺറീസണബിൾ അല്ല എന്ന് പറയാൻ പറ്റും. റീസണബിൾ ആണ്, അൺറീസണബിൾ അല്ല. ബേസിസ് ഓഫ് അസംഷൻ അല്ല, അവർ പറയണത് ദി പ്രോസ്പെക്റ്റീവ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ ഈസ് പ്രോപ്പർലി പ്രിപ്പയർഡ് ബേസിസ് ഓഫ് ദി അസംഷൻ ആൻഡ് ഇറ്റ് ഈസ് പ്രോപ്പർലി പ്രസന്റഡ് ആൻഡ് ഓൾ മെറ്റീരിയൽ അസംഷൻ, ഓൾ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് അല്ല, ഓൾ മെറ്റീരിയൽ അസംഷൻസ് ആർ ആഡിക്വേറ്റ്ലി ഡിസ്ക്ലോസ്ഡ്. ആൻഡ് ഇവിടെ എന്താ പറയുന്നത്, പ്രോസ്പെക്റ്റീവ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഓറിയന്റഡ് ആണ്. പ്രോസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഓറിയന്റഡ് ആണ്. നോട്ട് ഇൻ എ പൊസിഷൻ ടു എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ. പ്രോസ്പെക്റ്റീവ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ ഫ്യൂച്ചർ ഓറിയന്റഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പം എനിക്ക് ഒരു ഭാവിയിൽ നടക്കാൻ പോകുന്നതിന്റെ റിപ്പോർട്ട്സ് എല്ലാം കൊണ്ടുവന്ന് തന്നാല് എനിക്ക് അതിനെപ്പറ്റി ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒപ്പീനിയൻ പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല അല്ലേ, നമുക്ക് ഒരിക്കലും പറ്റൂല. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, നോട്ട് ഇൻ എ പൊസിഷൻ ടു എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ ടു വെദർ ദ റിസൾട്ട് ഷോൺ ഇൻ ദി പ്രോസ്പെക്റ്റീവ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ വിൽ ബി ആക്ച്വലി അച്ചീവ്ഡ്. ശരിക്കും അച്ചീവ് ചെയ്യുമെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് ഈ ഒരു ടൈപ്പ് ഓഫ് അഷുറൻസ് എൻഗേജ്മെന്റ് എന്ന് പറയുന്ന സാധനം ഓൺലി പ്രൊവൈഡ് എ മോഡറേറ്റ് ലെവൽ ഓഫ് അഷുറൻസ്. എന്താ തരാ, മോഡറേറ്റ് ലെവൽ ഓഫ് അഷുറൻസ്. ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ട്, നമുക്ക് MCQസിന് വേണ്ടിയിട്ട്. ആസ് ഐ സെഡ്, മെച്യൂരിറ്റി ഈസ് റിയലൈസിംഗ് ദാറ്റ് MCQ ക്രാക്ക് ചെയ്യാൻ പറ്റിയോ ഓഡിറ്റ് പാസ്സാണ്. ഓക്കെ, എന്താ പറയുന്നത്, മെച്യൂരിറ്റി ഈസ് റിയലൈസിംഗ് ദാറ്റ് MCQ ക്ലിയർ ആക്കാൻ പറ്റിയോ ഓഡിറ്റ് പാസ്സാണ്. ഇതൊക്കെ വായിച്ചു പോവാ. ഇതെല്ലാം കഴിഞ്ഞു. ഇനി ക്വാളിറ്റീസ് ഓഫ് ഓഡിറ്റർ വായിക്കുക, നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. കാരണം ഇതിൽ വലിയ റോക്കറ്റ് സയൻസ് ഇല്ല. ഫാക്ട് ആയിരിക്കണം, ക്വസ്റ്റൻ ആയിരിക്കണം, ഫേംനെസ് വേണം, ഗുഡ് ടെമ്പർ വേണം, ഇന്റഗ്രിറ്റി വേണം, ഡിസ്ക്രിപ്ഷൻ വേണം, ഇൻഡസ്ട്രി വേണം, ജഡ്ജ്മെന്റ് വേണം. ഇത് ഒരു റെഗുലർ ക്ലാസ് ആയിരുന്നെങ്കിൽ ഞാൻ ഇതിനെപ്പറ്റി ഫുൾ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നേനെ. പക്ഷെ ഇത് ഇപ്പം നിലവിൽ അതിന്റെ ആവശ്യമില്ല. കാരണം ഇത് നിങ്ങൾ വായിച്ചിട്ട് സിമ്പിൾ ആയിട്ട് പഠിച്ചു വെച്ചാൽ മതി. ഇനി എൻഗേജ്മെന്റ് സ്റ്റാൻഡേർഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയുണ്ട്, സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റ് അതാണ് SAs. ഇനി സ്റ്റാൻഡേർഡ്സ് ഓൺ റിവ്യൂ എൻഗേജ്മെന്റ് അതാണ് SREs. ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓൺ അഷുറൻസ് എൻഗേജ്മെന്റ് അതാണ് SAEs. ഇനി അവസാനം സ്റ്റാൻഡേർഡ്സ് ഓൺ റിലേറ്റഡ് സർവീസ് അതാണ് SRS. ഇത് SRSഉം ഇത് SREയും ആണ്. റിവ്യൂ എൻഗേജ്മെന്റ് ആണ്, ഇത് റിലേറ്റഡ് സർവീസ് ആണ്. അതുകൊണ്ട് തെറ്റിപ്പോണ്ട. ഇനി സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ അത് അപ്ലൈഡ് ഇൻ ഓഡിറ്റ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷൻ ആണ്. ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓൺ റിവ്യൂ എൻഗേജ്മെന്റ് പറയുകയാണെങ്കിൽ ലിമിറ്റഡ് അഷുറൻസ് എൻഗേജ്മെന്റ് ആണ്. ഫീവർ പ്രൊസീജർ നേരത്തെ പറഞ്ഞ തന്നെ ഫീവർ പ്രൊസീജർ ആണ് ആസ് കമ്പയർഡ് ടു ഓഡിറ്റ്. ഇതൊന്നും MCQല് ജസ്റ്റ് വരും, ഇതൊരു ചോദിച്ചിട്ടില്ല, ബട്ട് ജസ്റ്റ് നോക്കി വെച്ചേര്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കി വായിച്ചു വിട്ടാൽ. ഇതെല്ലാം ജസ്റ്റ് ഒരു വട്ടം എന്താക്കാം, ഒന്ന് വായിച്ചു വിടാം, ഒന്നൊന്ന് വായിച്ചു വിടാം. ഞാൻ ഇമ്പോർട്ടന്റ് ആണ് MCQക്ക് വരും എന്ന് പറഞ്ഞുള്ളത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ MCQ വെരി ഇമ്പോർട്ടന്റ് ഫോർ MCQ വെരി ഇമ്പോർട്ടന്റ് ലൈന് അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് തന്നെ നോക്കാനുള്ളൂ, അതിൽ എനിക്ക് വലിയ റോളില്ല. ഇനി സ്റ്റാൻഡേർഡ്സ് ഓൺ ക്വാളിറ്റി കൺട്രോൾ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്, നമ്മുടെ ചാപ്റ്റർ 11ലാണ്. അവിടെ വെച്ച് നമ്മൾ ഇത് നല്ല ഡെപ്ത് ആയിട്ട് പഠിക്കും. ബട്ട് നിങ്ങൾക്ക് ഇവിടെ MCQ പാർട്ട് വരുന്നത് ഒന്ന് വായിച്ചു വിടേണ്ടതാണ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി വൈ ആർ സ്റ്റാൻഡേർഡ്സ് നീഡഡ്? എന്തിനു വേണ്ടിയാണ് നമുക്ക് സ്റ്റാൻഡേർഡ്സ്? നമുക്ക് സ്റ്റാൻഡേർഡ്സിന്റെ ആവശ്യം ഉണ്ടോ? ഉണ്ടോ? നമുക്ക് സ്റ്റാൻഡേർഡ്സിന്റെ ആവശ്യമുണ്ട്. അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് രീതിയിൽ പഠിക്കാം? UPയിലെ BDയുടെ ക്വാളിറ്റി നോക്കാം. UPയിലെ BDയുടെ BDA എന്നായിപ്പോയി. UPയിലെ BDയുടെ ക്വാളിറ്റി നോക്കാം. UPയിലെ BDയുടെ ക്വാളിറ്റി നോക്കാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്തെടുക്കാം? U എടുക്കാം.
അപ്പൊ യു പറയുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് പ്രൊമോട്ട് യൂണിഫോമിറ്റി. എന്തിനു വേണ്ടിയിട്ട്? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇസ് കാരിഡ് ഔട്ട് ബൈ ഫോളോയിങ് ദി സ്റ്റാൻഡേർഡ്സ്. എല്ലാവർക്കും ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. എനിക്കും SA-200 ഉണ്ട്. ആസ് ആൻ ഓഡിറ്റർ നിങ്ങൾക്കും SA-200 ഉണ്ട്. എനിക്കും 210 ഉണ്ട്, നിങ്ങൾക്കും 210 ഉണ്ട്. 300 എനിക്കുണ്ട്, നിങ്ങൾക്ക് 300 ഉണ്ട്. 520 നിങ്ങൾക്കുണ്ട്, 520 എനിക്കും ഉണ്ട്. സോ എല്ലാവർക്കും ഒരു യൂണിഫോമിറ്റി ഉണ്ട്. ആൻഡ് സെക്കൻഡ് പി ആണ് പ്രൊഫഷണൽ അക്കൗണ്ടൻസ്. എക്യൂപ് പ്രൊഫഷണൽ അക്കൗണ്ടൻസ് വിത്ത് പ്രൊഫഷണൽ നോളേജ് ആൻഡ് സ്കിൽ. ഓക്കെ അല്ലേ? യു പിയിലെ ബി ഡി നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ബി ഫോർ ബെഞ്ച്മാർക്ക്, carrying out audit against established benchmark at par with global practices. Easy peasy, ഭയങ്കര എളുപ്പം. ആൻഡ് ഡി ഫോർ എന്താ? ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. അത് എങ്ങനെ ഹെൽപ്പ് ചെയ്യും? യൂസേഴ്സിന് ഡിലിജന്റ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ലാസ്റ്റ് എന്താ പറയുന്നത്? ക്വാളിറ്റി നോക്കാം. ആ ക്വാളിറ്റി നോക്കലാണ് എൻഷുർ ഓഡിറ്റ് ക്വാളിറ്റി. ആൻഡ് ഫൈനലി ഇതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് വായിച്ചു വിട്ടേക്കണം. അതോടെ നമ്മുടെ ചാപ്റ്റർ 1 എന്താവും? കഴിഞ്ഞിട്ടുണ്ടാവും. ചാപ്റ്റർ 1 ഇതോടെ കഴിഞ്ഞു. സോ അടുത്തത് ഇതിന്റെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും. എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലൈക്ക് ഡീകോഡ് ചെയ്യും. അല്ലാണ്ട് റൈറ്റിംഗ് പ്രാക്ടീസ് അല്ല. ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ 20 to 25 മിനിറ്റ്സിന്റെ ഒരു ചെറിയ ഡീകോഡിംഗ് സെഷൻ പോരാ. ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ ഹോപ്പ് യു ഗൈസ് ഈ ചാപ്റ്റർ 1 നല്ല രീതിക്ക് ഹെൽപ്പ് ആവും തോന്നുന്നു. അതേപോലെ തന്നെ ചാപ്റ്റർ 11, ചാപ്റ്റർ 2, 3, 4, 5, 6 എല്ലാം വരുന്നുണ്ട്. സോ സ്റ്റേ അപ്ഡേറ്റഡ്. നിങ്ങളുടെ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കാം. ഇനി എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയാ സജഷൻസോ അല്ലെങ്കിൽ ഫീഡ്ബാക്സോ പറയണമെന്നുണ്ടെങ്കിൽ ഒരു ഇതും വേണ്ട, നേരെ വരാം. അത്ര ഫ്രണ്ട്ലിയാണ്, അത്ര ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് വരാം, കാര്യം പറയാം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയാ വേണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാം ഞാൻ ചെയ്തു തരും ഫ്രം മൈ സൈഡ്. ഡൗട്ട് ഉണ്ടെങ്കിലും ഒരു മടിയും വേണ്ട, എൻ്റെ അടുത്ത് ചോദിച്ചു. ഓക്കെ അല്ലേ? സോ ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ ഗൈസ്.